വിശ്വത്തിലൊക്കെ പ്രസിദ്ധനായുള്ളൊരു കോമിലേഴം ദഹിച്ചുള്ള വാർത്ത പാടല്ലത് കേട്ടിടുക ദോഷം പലതുണ്ടല്ലോ കീഴിൽ പറഞ്ഞിടം കെട്ടുകൊള്ളിൻ. ഒരാൾ വരികൾ എഴുതും, മറ്റൊരാൾ ചുവട് വയ്ക്കും. കാലങ്ങളായി കളങ്ങറ രാഘവനും മണിയനും ഇത് ശീലമാണ്. കഴിഞ്ഞ 30 വർഷങ്ങളിലേറെയായി ഒരാൾ കരടിയും മറ്റൊരാൾ കരടിപ്പാട്ടുകാരനുമാണ്. തമ്പുരാന്റെ മുറ്റത്ത് അടിയാന്മാർ കയറാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ അടിയാന്മാർ ഉണ്ടാക്കി ഉള്ള ഒരു കലയാണിത്. ഈ തമ്പുരാന്റെ മുറ്റത്ത് കയറുന്നതിന് വേണ്ടി കരടികളിയും പാട്ടുമായിട്ട് മുറ്റത്ത് ചെല്ലാം, അല്ലാതെ മുറ്റത്ത് ചെല്ലാനൊക്കത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ് ഇത്. 2 നാടൻ കലയുള്ളതിൽ ഒന്ന് പുലികളിയും ഒന്ന് കരടികളിയും. കരടികളിയും പാട്ടും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപജീവന മാർഗമെന്ന് പറയാൻ ഒക്കുന്നതല്ല. കാര്യം ഇത് ഓണക്കാലത്ത് മാത്രമേ ഈ കലാരൂപം കൊണ്ട് നടക്കാനൊക്കത്തുള്ളൂ. പുതിയ കാലവും അതിലെ വരികളും ഇഷ്ടകലയ്ക്ക് നൽകുന്ന പുതുജീവനാണ്. കൊറോണ വൈറസും നിപ്പ വൈറസ്, ഹോക്കി ചുഴലിക്കാറ്റ്, ജലപ്രളയം, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സുന്ദരമായ രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി ഞങ്ങൾ ഇപ്പോഴും പാടുന്നു. ഹോക്കി ചുഴലിക്കാറ്റടിച്ചു, പിന്നെ ഹോക്കി ചുഴലിക്കാറ്റടിച്ചു, പിന്നെ നിപ്പ വൈറസ് വന്നു കയറി. അങ്ങ് ഇന്തോനേഷ്യയിലെ ഭൂകമ്പം കാരണം സുനാമി വന്നു വര വിഴുങ്ങി. വേട്ടക്കാരന്റെ കണ്ണിൽപ്പെടാതെ ശീലുകൾക്ക് ഇടവേളകളില്ലാതെ ചുവട് വയ്ക്കും. ഒടുവിൽ അമ്പേറ്റ് വീണ് ഉരുണ്ട് പിടഞ്ഞു മരിക്കും. കണ്ടാലെത്രയേറെ കഷ്ടം മുഷിഞ്ഞുള്ള ജീർണവസ്ത്രം കൊണ്ടു തട്ടുടുത്ത് എനിക്ക് അതിൽ കളിക്കുന്നതിന് ബുദ്ധിമുട്ടോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇത് തലയിലിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലങ്കയ്ക്കധിപതി ആയുള്ള രാവൺ കാനന മധ്യത്തിൽ വന്നൊരിക്കൽ ശ്രീരാമ ഭക്തിയാം ജാനകിയെ പണ്ടലത്തേരിലേറ്റി കടന്നുപോയി. കൃഷിയിൽ ജീവനവും കലയിൽ ജീവിതവും പകർത്തി മുന്നോട്ടു പോകുകയാണ്. വിത്തുപാകി കള പറിച്ച് കലയിൽ പുതുതാമ്പുകൾ വിരിയിക്കുകയാണ്. ആ പഴമയുടെ കലയുടെ സൂക്ഷിപ്പുകാരാണ് അവർ. സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പുതിയ വരികളിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് ഇനിയുള്ളവരാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ നമുക്കൊപ്പം ഉണ്ട്. രാഹുലെ, ആ കല എങ്ങനെ തുടങ്ങിയെന്നും അദ്ദേഹം മനോഹരമായി പറഞ്ഞു. ഒപ്പം പുതിയ കാലത്തെ എങ്ങനെ അല്ലെ ഒരു പഴയ കലാരൂപത്തിൻ്റെ ഭാഗമാക്കി പുതിയ കാലത്തെ സംഭവങ്ങളെ മാറ്റിയത്, അതും മനോഹരമായിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമായിരിക്കും ഒരുപാട് കാലത്തോളം അല്ലേ? ദേശേട്ടാ, തീർച്ചയായും. കാരണം ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ പറയേണ്ടത് ഇവരെ കണ്ടുമുട്ടിയ ആ ഒരു സംഭവമാണ്. കാരണം കളങ്ങര രാഘവൻ എന്ന പേര് കേൾക്കുന്നു, കരടിപ്പാട്ട് എന്ന് പറയുന്ന പേരും കേൾക്കുന്നു. ഈ 2 പേരും തേടി ശാസ്താംകോട്ട തേവലക്കരയിൽ പോകുന്നു. പോയി കഴിഞ്ഞ് ആദ്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പുറത്തിരിപ്പുണ്ട്, കാത്തിരിപ്പുണ്ട്. അവരെന്തൊക്കെയോ കഥകൾ പറയുകയാണ്. ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകളെ പറ്റി പറയുന്നുണ്ട്. കുളത്തുപുഴ പരിപാടി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അങ്ങും കേൾക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, കരടിപ്പാട്ട് അറിയാമോ, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു മനുഷ്യനുണ്ട്, ഇങ്ങനൊരു കലാരൂപം ഉണ്ടെന്നുള്ളത് കേട്ടതല്ലാതെ അത്തരത്തിൽ കരടിപ്പാട്ടിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ മനുഷ്യനെ തേടി പോകുന്ന ഘട്ടത്തിൽ ആദ്യം എന്നോട് ചോദിച്ചു, അറിയാമോ? ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം കഥ പറയാൻ തുടങ്ങി. ഇതാണ് കരടിപ്പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറയണ്ട, കാരണം നമുക്ക് ഇതെല്ലാം റെഡിയാക്കി ചേട്ടൻ അപ്പോൾ പറയും. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രസത്തിൽ കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അത് മുഴുവൻ ഇരുന്ന് പഠിപ്പിച്ച് ഇതെങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ അവസാനിക്കുന്നു, ഈ പാട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ പറഞ്ഞു. അതായത് ഈ കരടിപ്പാട്ട് ചരിത്രം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ചരിത്രം പഠിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം, 2 രീതിയിൽ നമുക്ക് ഈ കഥ കൊണ്ടുപോകാം. ഒന്ന്, എന്താണ് കരടിപ്പാട്ട്? അല്ലെങ്കിൽ കരടിപ്പാട്ടിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്ന, അല്ലെങ്കിൽ കരടിപ്പാട്ടിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന 2 മനുഷ്യർ എന്നുള്ള ഫോക്കസ് ആയിരുന്നു. ഞാൻ ഒടുവിൽ തീരുമാനിച്ചു ആ 2 മനുഷ്യരെ കുറിച്ച് ചെയ്യാമെന്ന്. കാരണം ഇപ്പം കൊച്ചുമകൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഭാഗമാക്കി നിർത്താൻ ഈ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്തുണ്ട് മണിയൻ, അദ്ദേഹമാണ് കരടിയായിട്ട് വേഷമിടുന്നത്. കരടിയായി വേഷമിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ കാണുന്ന ആ ഓലക്കീറിടണം, അതിനപ്പുറത്തേക്ക് അതിൻ്റെ തലപ്പാവ് വെക്കണം. ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ തലപ്പാവുകളുടെ ഒരു കൂട്ടം കാണാം. തടിയിലുണ്ടാക്കിയതുണ്ട്, ഇതിപ്പോൾ അല്ലാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ തലപ്പാവ് കാണാം. അങ്ങനെ ഈ കരടിപ്പാട്ടിൻ്റെ ഒരു മയം ആ വീട്ടിലെല്ലാം ഉണ്ട്. അങ്ങനെ അത് വെച്ച് അത്രയും ചൂടത്ത് ആ മനുഷ്യൻ 60 വയസ്സിനോട് അടുക്കുന്നു. ആ മനുഷ്യനാണ് നൃത്തം ചവിട്ടുന്നത്. നിർത്താതെ നൃത്തം കളിക്കണം.
ഒടുവിൽ ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ, കഥയിൽ പറഞ്ഞതുപോലെ വേട്ടക്കാരനെ വെടിയേറ്റ് മരിക്കണം. അപ്പോൾ ഈ രണ്ട് മനുഷ്യരിങ്ങനെ നിൽക്കുകയല്ലേ, അപ്പോൾ അവരെ കുറിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെ ഈ കഥ കണ്ട് ഇവരെ പോയി കണ്ട് സംസാരിക്കുന്നവർ കരടിപ്പാട്ട് എന്താണെന്ന് അറിയട്ടെ എന്നുള്ള തീരുമാനം ഒടുവിൽ എടുക്കുകയായിരുന്നു. എന്തായാലും വലിയ സന്തോഷമായി അവരെ കണ്ടപ്പോൾ. കാരണം ഇന്നും പാട്ട് എഴുതുകയാണ്. ഇപ്പോൾ കോവിഡ് പിന്നെ അതെ രാഹുൽ, അത് അവർ മനോഹരമായി ഈ പുതിയ കാലത്തെ ആ പഴയ കലാരൂപത്തിനൊപ്പം ചേർത്തിട്ടുണ്ട് എന്നാണ് അവരുടെ ആഗ്രഹം പോലെ. പുതിയ ആളുകൾ കൂടി അത് പഠിക്കട്ടെ, നിലനിന്ന് പോട്ടെ കലകളല്ലേ രാഹുൽ. കാണാം, ശരി.